guys, welcome back to my YouTube channel Malva Vlogs. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ ഞങ്ങൾ ഇന്ന് വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ മേമ്മയുടെയും ഉണ്ണിയുടെയും ബർത്ത്ഡേ ഞങ്ങളുടെ ഒരേ നാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസമാണ് പിറന്നാൾ വരുന്നത്, ശനിയാഴ്ച. നാളെയാണ് ശനിയാഴ്ച. ഞങ്ങൾക്ക് നല്ലൊരു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്, എല്ലാവരും ഗിഫ്റ്റ് ഇപ്പൊ തന്നെ ഡ്രസ്സൊക്കെ എല്ലാവരും എടുത്ത് തന്നു. അമ്മമ്മ എടുത്തു തന്നു, കണ്ണമേമ്മ എടുത്തു തന്നു, അമ്മ എടുത്തു തന്നു. പിന്നെ മുത്തുമേമയും അപ്പുമേമയാണ് എടുത്തു തരാത്ത. അവര് അപ്പുമേമ വാച്ച് മതിയെന്ന് ചോദിച്ചു. മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ട് സെറ്റാക്കി. നാളെ ചിലപ്പോൾ ഗിഫ്റ്റ് ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ മകൻ ലച്ചുമയ്ക്ക് ഒരു ഫ്രെയിമാണ്. അപ്പോൾ കട്ടി. അപ്പം ഇന്ന് 1-ാം തീയതിയാണ്, ഇന്ന് വെള്ളിയാഴ്ച. ഈ യൂണിഫോം മോഡൽ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടില്ല. വാവേനെ കുളിച്ച് കഴിഞ്ഞു. ഞാൻ വെച്ചിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അമ്മയുടെ അമ്മയും ഫോണിൽ നോക്കട്ടെ, ഞാനും ഫോണിൽ നോക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നു. അപ്പോൾ ഇവളുടെ കുളിച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂറാവും. അപ്പോൾ ഇവൾ ബാത്റൂമിൽ പോയി പല്ല് തേച്ച് പാട്ട് പാടി എന്നിട്ട് ഇറങ്ങി ഡ്രസ്സ് ഇട്ട് പാൻറ് ഇട്ട് അപ്പോൾ തന്നെ ഒരു മണിക്കൂറാവും. മേക്കപ്പിന് ഒരു മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്താ കുളിക്കാൻ പോലെ ഞാൻ കുളിക്കാൻ പോകട്ടെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം സ്കൂളിൽ ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു. പാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ വരാത്ത ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ശരിക്കും വളരെ ലക്ഷ്യം ഞാൻ കൊതിയിട്ട് ഈ അമ്മ വിടില്ല കേട്ടോ. എന്താ കാരണം വണ്ടിയിൽ സ്ഥലമില്ല. ഏട്ടൻ ട്യൂഷൻ പോകുന്നുണ്ട് മേയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ലക്ഷ്മയുടെ വീട്ടിലേക്ക് പോവും. അവിടെ വെച്ച് കാണാം. അപ്പോൾ നാളെ ലച്ചുട്ടിയുടെ 1-ാം പിറന്നാളാണ്. അപ്പോൾ ഞങ്ങളുടെ പിറന്നാൾ ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ണിയുടെ 1-ാം പിറന്നാളിന് ഞങ്ങൾ ആയതുകൊണ്ട് അപ്പം ഞങ്ങളും അവിടെ പോയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആണ് വാങ്ങണത്. ഉണ്ണിക്ക് മുറിക്കാൻ സെപ്പറേറ്റ് കേക്ക്, ഞങ്ങൾക്ക് മുറിക്കാൻ സെപ്പറേറ്റ് കേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ സദ്യ, കേക്ക് പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലൊരു വിഷമം അവിടെ ബിരിയാണിയാണ്. ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എനിക്കങ്ങനെ അറിയില്ല. ശനിയാഴ്ച കഴിക്കാൻ പറ്റും. ഈ മറ്റേ ബുധനും വെള്ളിയും. അപ്പൊ ഞങ്ങളുടെ പിറന്നാളിലൊന്നും അച്ഛൻ ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആഗ്രഹിക്കും അച്ഛൻ ഞങ്ങളുടെ പിറന്നാളിന് ഉണ്ടാവണം, ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം എന്നൊക്കെ. പക്ഷെ അച്ഛന് ലീവ് ഡിസംബറിലാണല്ലേ ലീവ് കിട്ടുന്നത്. അപ്പൊ ആ സമയത്ത് എന്തായാലും പക്ഷെ ഞങ്ങൾക്ക് അമ്മയ്ക്കായിട്ട് ഏറ്റവും സന്തോഷം ആ സമയത്ത് അമ്മയുടെ പിറന്നാളും പിന്നെ രണ്ടാലും വെഡിങ് ആനിവേഴ്സറിക്ക് അച്ഛൻ ഉണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമാണ്. ആ സമയത്താണ് ഞങ്ങളൊരു ഒരു സമ്മാനമായിട്ട് വരുന്നത് അമ്മയുടെ ബർത്ത്ഡേക്ക്. പക്ഷെ ആനിവേഴ്സറിക്കാണ് കേട്ടോ കൂടുതലുള്ളത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ സന്തോഷമുണ്ട്. നാളെ ബർത്ത്ഡേ ആണ്. അതിൽ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാവരും വരും. ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഒക്കെ വരും. അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പോകണം. ഇന്ന് വൈകുന്നേരം മേമയുടെ വീട്ടിലേക്ക് പോയിട്ട് നേരെ ഓടിച്ച് ലച്ചുമ്മേനെ എടുക്കാൻ പോകും. ലച്ചുമ്മ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇപ്പോൾ എനിക്ക് ഉണ്ണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടം. ഇപ്പോൾ അപ്പുറത്ത് പറ്റുന്ന പ്രജൂസൊക്കെ എനിക്ക് എൻ്റെ ഉണ്ണിനെ പോലെയാണ്. ഓക്കെ. അപ്പം ഞാൻ എന്താ സമയം പോയി കുളിക്കാൻ പോകണം. ജോലി ഇത് അവിടെ വെയ്യാതെ കിടക്കണ്ട. അതൊന്നും തിന്നില്ല. പൊറോട്ട വെച്ചില്ല. പൊറോട്ട വെച്ചോട്ടാലും പൊറോട്ട തിന്നില്ല. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി കൊടുക്കണം. പേട്ട പോയില്ല. ഏട്ടന് നേരത്തെ പോകണം. 7:44 പോകണം. അപ്പം ഭക്ഷണം എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്തോ അമ്മ പറഞ്ഞ് കേൾക്കാനില്ല. നമുക്ക് സ്പെഷ്യൽ നോക്കാത്തേക്ക് നല്ല വിശപ്പ്. ഗൈസ് എനിക്ക് തെറ്റിപ്പോയി. ഏട്ടൻ ചോറ് കൊണ്ടുപോയിട്ടില്ല. അമ്മ ഇപ്പം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അവൻ എന്താ നേരത്തെ വരാൻ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ. അവൻ ഇന്ന് ചോറ് കൊണ്ടുപോയിട്ടില്ല. ഇന്ന് അവരുടെ സ്പെഷ്യല് ചൂട് കടി, പയറുപ്പേരി, അച്ചാറാണ്. പക്ഷെ എനിക്ക് പയറുപ്പേരി ഇപ്പം ഇഷ്ടമല്ല. എനിക്ക് അച്ചാറും പഴങ്ങാനും കൂട്ടി ഒരു പെരി പിടിച്ച് നല്ല ടേസ്റ്റാണ്. അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇച്ചിരി മോളും ഉപ്പും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഈ യൂട്യൂബിൽ കണ്ടാണ് നോക്ക് ഗൈസ്. ഞണ്ട്. ഹലോ ഗൈസ്. അപ്പോൾ മളുവാവയ്ക്ക് സ്കൂളിൽ പോയി കേട്ടോ. ഇന്ന് ഞാൻ ലീവാണ്.
അവർ വൈൻഡപ്പ് ഒന്നും ചെയ്യാണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഒരു ലോങ് വീഡിയോയ്ക്ക് കുറച്ചും കൂടി ആവണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ലീവാണ്, എനിക്ക് വയ്യ. പിന്നെ വീഡിയോയിൽ വരാൻ എനിക്ക് നല്ല മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ സൗണ്ട് എത്ര കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ എനിക്ക് തീരെ വയ്യ കേട്ടോ. പിന്നെ നാളെ മാളുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്നലെ അമ്മ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അനിയത്തിയൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നാളെ അനിയത്തിയുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരുടെയും കൂടി ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അനിയത്തിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ബർത്ത്ഡേ നടത്തുന്നത്. അവർക്ക് നാളെ 12 വയസ്സ് തികയാണ് കേട്ടോ. അവരൊരുപാട് ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ്. പിറന്നാളിനേക്കാളുപരി അവർക്ക് ലച്ചുവിനെ കാണാനുള്ളൊരു ലച്ചുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ അവർക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നാളെ ലച്ചുവിനെ ഇന്ന് വൈകിട്ട് അവിടേക്ക് പോകുമെന്നുള്ളൊരു സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വയ്യാണ്ടായപ്പോൾ അവർ ചോദിക്കുക, അമ്മയ്ക്ക് ഇന്ന് തന്നെയാണോ വയ്യാണ്ടാവാൻ കണ്ടുള്ളൂ, ഇനി അവിടെ പോയി കഴിഞ്ഞാൽ വയ്യാന്ന് പറഞ്ഞ് കിടക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് സ്കൂളിൽ പോയിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇന്നലെ കോളേജിൽ വെച്ചിട്ട് വയ്യാണ്ടായതാണ്. പെട്ടെന്ന് വയറുവേദന വന്ന് അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു, സ്കാൻ ചെയ്തു. ഇത് ചെറിയൊരു സിസ്റ്റ് ഉണ്ട്, പിന്നെ ഹെർണിയയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് പെട്ടെന്ന് വയറുവേദന വന്നത്. മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പിന്നെ യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഇന്ന് ലീവാണ്. ഇന്നെൻ്റെ ടീച്ചറും പിള്ളേരും അവിടെ ഒറ്റയ്ക്കാണ്. ഇന്ന് ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, വയ്യെങ്കിൽ വരണ്ട. പിന്നെ മാഡം വിളിച്ചിട്ട് പറഞ്ഞു വയ്യെങ്കിൽ വരണ്ട, ലീവ് റെസ്റ്റ് എടുത്തോളൂ 2 ദിവസം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വ്ളോഗായിട്ട് മാളുമാവി വരും കേട്ടോ. അവരുടെ പിറന്നാളിൻ്റെ വിശേഷങ്ങളും ലച്ചുട്ടിയുടെ പിറന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ ഒരു ലോങ് വീഡിയോ അവർ ഇടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാനും ഉണ്ടാവും. പിന്നെ നാളെ ഫാമിലി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ ഫങ്ഷനായിട്ടാണ് നടത്തുന്നത്. അവർക്ക് അനിയത്തിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ 3ാമത്തെയാണ് പെൺകുട്ടി. അപ്പോൾ ആ പെൺകുട്ടി ഉണ്ടായതിന് ഭയങ്കര സന്തോഷമാണ് അവർക്ക് നല്ല എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രാൻഡായിട്ടാണ് പിറന്നാളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മാളുവിൻ്റെയും മാവിയുടെയും കൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവർക്ക് അച്ഛൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം നല്ലോണം ഉണ്ട് കേട്ടോ. അച്ഛൻ എന്തായാലും ഡിസംബറിലാണ് ലീവ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. അമ്മയുടെ പിറന്നാളിനും വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ ഫെബ്രുവരി 4-ാം തീയതിയാണ്. അപ്പോൾ ആ ടൈമിലായിട്ടുണ്ടാവും കൂടെ. അപ്പോൾ അത് നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, നമുക്ക് ആഘോഷിക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ വരുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുള്ളതല്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും യൂട്യൂബ് തുടങ്ങി, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ്. ആദ്യം വാവയാണ് കേട്ടോ അതിന് മുൻകൈ എടുത്തതൊക്കെ. അവൾ തന്നെയാണ് ഒറ്റയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. ഫസ്റ്റ് ടൈം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, പൊന്നൂസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. കുക്കിങ്ങും പിന്നെ ബ്യൂട്ടി ടിപ്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഫേസ് കാണിക്കാതെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് നാൾ ഒരു 200-something സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ കുറച്ച് വീഡിയോസ് ഇട്ടു, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫോണ് ഏട്ടൻ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഫോണുണ്ടായിരുന്നു, ഒരു വിവോയുടെ സെറ്റായിരുന്നു. അപ്പോൾ അത് ക്ലാരിറ്റി കുറവായിരുന്നു. പിന്നെ ഫോൺ അങ്ങനെ ഡിസ്പ്ലേ പോയിട്ട് അത് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അങ്ങനെ ആ ചാനൽ അവിടെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 2020 ഈ ചാനൽ തുടങ്ങിയത് എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഞങ്ങൾ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനില്ലാത്തൊരു ദിവസം വാവി മാളും കൂടിയിട്ടാണ് വീണ്ടും ഈ വീഡിയോ ഇതിലിങ്ങനെ ഒരു പാട്ടെങ്ങാണ്ട് തോന്നുന്നു ഒരു ഫസ്റ്റ് ഇട്ടേക്കണത്. അപ്പോൾ അതിലിങ്ങനെ വ്യൂസ് കയറി കണ്ടു. പിന്നെ ഒരു ഡാൻസ് കളിച്ചു തുടങ്ങി. അങ്ങനെ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് 731 സബ്സ്ക്രൈബേഴ്സായി. ഈ 2-3 മാസത്തിൻ്റെ ഉള്ളിലാണ്. 2 മാസം കണ്ടായിട്ടുള്ള ഞങ്ങൾ ആക്റ്റീവായിട്ടൊന്ന് നിന്ന് തുടങ്ങിയിട്ട് കേട്ടോ. 2 മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് 731 സബ്സ്ക്രൈബ് ആയത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണല്ലോ അത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ വ്യൂസും ഞങ്ങളുടെ ചില വീഡിയോസിന് 55,000 വ്യൂസ് വരെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസും അല്ല, 2-3 വീഡിയോസൊക്കെ അങ്ങനെ 35,000 വ്യൂസ്, 24,000 വ്യൂസ് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്.
പിന്നെ എന്തായാലും 2K 1K അങ്ങനെയൊക്കെ മിക്ക വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആവാറുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾ ഒരു അത്രയിലേ ആയിട്ടുള്ളൂ, അവർക്കും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ സ്കൂളുണ്ട്, അത് കഴിഞ്ഞ് വന്ന് ഈ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് അവർ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ ഞാൻ 3:45 ആകുമ്പോഴേക്കും എത്തും, അവർ 4:30 ആകുമ്പോഴേക്കും എത്തും. വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം TV ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പിന്നാലെ നടക്കണം. ഒന്ന് കളിച്ച് പഠിക്കുകയെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണം. പിന്നെ ഒരു ഫോണല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് ഡാൻസൊക്കെ കണ്ട് അവർ പഠിച്ച് അവർ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്തായാലും ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം, 4000 വാച്ച് ഓവർ ആവണം, എന്നാലാണ് മോണിറ്റൈസേഷൻ ആവുള്ളൂ. അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, വെറുതെ ഒരു വീഡിയോസ് ഇട്ടിട്ട് അവർക്ക് ഇത്രയും പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ 10 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. അതെനിക്ക് നന്നായിട്ട്, കാരണം ഞാൻ ആരുമല്ല, അത്ര വലിയ ചാനലൊന്നും അല്ല എൻ്റെ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് അത് കറക്റ്റ് ടൈം ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യുക, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നല്ല റിസ്ക് ഉണ്ട്, നല്ല റിസ്ക് ഉണ്ട്. അപ്പോൾ മറ്റേ KLB അങ്ങനെ എന്തോ ബിജു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് കേട്ടോ. ആ ചേട്ടനൊക്കെ 50 ലക്ഷം രൂപയാണ് മാസ വരുമാനം മേടിക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. പക്ഷേ ആളൊക്കെ ചെറിയ രീതിയിൽ നിന്ന് വലുതായി വന്ന ഒരാളാണ്. ആള് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം എന്തായാലും അത്രയൊന്നും ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ ആവണമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു വരുമാനം കിട്ടുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് ആവശ്യമുള്ള കാര്യം തന്നെയല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചേക്കണത്. വെറുതെ നമ്മൾ ആരോടും നെഗറ്റീവായിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞങ്ങൾ കുറച്ച് സന്തോഷങ്ങൾ, ഞങ്ങളുടെ കുട്ടികളുടെ ഡാൻസ് അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ഒരു ചാനലായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ച് തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇതുവരെ. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇനി ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ എന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? മഴയൊക്കെ പോയല്ലോ അല്ലേ? ഇവിടെ ഇപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ ഞാനൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കാരണം അവിടേക്ക് പോവല്ലേ, അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലത്തെ ചോറ് കുറച്ച് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിക്ക് ചോറ് കൊടുക്കണമല്ലോ, അതിനുള്ള ചോറ് ഉണ്ട് ഇവിടെ. പിന്നെ ഇന്നലെ തറവാട്ടിൽ നിന്ന് അമ്മ പൊറോട്ട കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, ആരും കഴിച്ചില്ല. അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് അലിച്ചിട്ട് ജോലിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കണത്. അപ്പോൾ അവൾക്കുള്ള ഫുഡുണ്ട്, ഞാൻ അനിയത്തിയുടെ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് സത്യത്തിൽ വിശപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ, വിശക്കണേ ഇല്ല, എന്താണെന്നറിയില്ല, തീരെ വിശപ്പില്ല. അപ്പോൾ ഞാൻ ചായ കുടിച്ചു, 2 മുറുക്കും കഴിച്ചു. ഗുളിക കഴിക്കണം, കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ കാലത്ത് എന്നും ജോലിക്ക് പോകുമ്പോൾ നേരത്തെ എനിക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിയണതാണ്. ഒന്നും ചെയ്തിട്ടില്ല, ഒരു പണി ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഇന്ന് 1-ാം തീയതി ആയിട്ട് ഫുഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും നാളത്തെ വ്ളോഗ് കാണണം, നിങ്ങളുടെ കുട്ടികളെ വിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, പിന്നൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.